ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. മലയാളം സിനിമാ ലോകത്തിന് ഇതൊരു നല്ല സമയമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയായിട്ട് ഇപ്പം നമ്മുടെ ഈ മലയാളം മൂവി ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് തീർന്നിട്ടേ ഉള്ളൂ. തീർന്നെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതിന്റെ കേസും നടപടിക്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റി പിടിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് നമുക്ക് ഈ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം വന്നതും ഇപ്പോൾ ഇതാ മഞ്ജു വാര്യറും സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഈ സംവിധായകനും തമ്മിലുള്ള പ്രശ്നം. ഇത് 2019 തുടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ ഇതിനിപ്പോ ഒരു മാധ്യമ ശ്രദ്ധ വന്നത് ഇപ്പോഴാണ്. കാരണം ഈ സ്ത്രീ ഇത് കുറെ കാലമായിട്ട് ഇത് സഹിച്ച് കൊണ്ടു നടന്ന, ഇത് പോട്ടെ എന്ന് വെച്ചുകൊണ്ട് പുള്ളിക്കാരി ഇത് കൊണ്ടു നടന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ന്യൂസൻസ് പോലെയാണ് ഈ സംവിധായകന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. കാരണം പറയാം, നേരത്തെ നമുക്കൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള പ്രശ്നം. ഈ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സംഭവം ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും ഇത് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഹറാസ്മെന്റ്സ് ഒന്നും അവർക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇതൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു ആരോപണമാക്കി കുറച്ച് ഇതിനൊരു ബൂസ്റ്റപ്പ് ഒക്കെ കൊടുത്ത് കുറച്ച് നാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കാണിച്ചു കൂട്ടിയ കുറെ വിക്രീസുകളുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ അതിനകത്ത് അത്ര വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഈ സനൽകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെതിരെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നു, അല്ലെ സ്ത്രീകളെ അപമാനിക്കുന്നു എന്നുള്ള ഒരു പരാതിയുടെ പുറത്താണ് ഇപ്പോൾ ആലുവ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒരു കാര്യം എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഈ 2019 മുതൽ ഇയാൾ ഈ സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് 6 വർഷമായി. ഈ 6 വർഷമായിട്ടും നിരന്തരമായിട്ട് ഇദ്ദേഹം ഇവരെ ശല്യം ചെയ്യാൻ വേണ്ടി ഇവരെ പുറകെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം, ഒരു വിവാഹ ബന്ധമൊക്കെ വേർപെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരവരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില കീടങ്ങൾ അവരുടെ പുറകെ കൂടിയിരിക്കുന്നത്. ഒരു ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതിന് അതിൻ്റെതായ കുറെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൻ്റെതായ ഒരു നിലവാരമുണ്ട്. ആ നിലവാരം വിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആ സ്ത്രീ ഇദ്ദേഹത്തെ ഈ സിനിമ ഫീൽഡ് ആയതുകൊണ്ട് ഇദ്ദേഹമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇദ്ദേഹമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഈ ബന്ധത്തെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് അവരുടെയും കൂടി ഒരു കൺസെന്റോട് കൂടിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അവരെ ഇതൊരു മെന്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ അവരുടെ പുറകെ കൂടിയിൽ ബഗ് കൂടുന്ന പോലെ കൂടിയിട്ട് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. അപ്പം അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളതാണ് ഞാനും അഭിപ്രായപ്പെടുന്നത്. അപ്പൊ അതിന്റെ കേസിന് ആധാരമായിട്ടുള്ള സംഭവം സ്ത്രീകളെ അല്ലെങ്കിൽ ആ നടിയെ അപമാനിച്ചു എന്നുള്ളതാണ്. അപമാനിച്ചിട്ടുണ്ട്, അതിന് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നടിയുടെ കുറെ വോയിസുകളും ഇവരുടെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഞാൻ പുറത്തു വിടാം. അതിന്റെ ആവശ്യം എന്താണ് ചങ്ങായി? അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്ന് അവർ തുറന്നു പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ നടക്കുന്നത്? ഇത് ഒരു തരത്തിലുള്ള സൈക്കോ പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കി. സംവിധായകനൊക്കെയാണ്, പക്ഷെ ആള് ഒരു സൈക്കോ ആണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോട് താല്പര്യം, ഒരുപക്ഷെ നേരത്തെ നിങ്ങളോട് ഒരു അടുപ്പോ, അത് വേറൊരു മോശപ്പെട്ട ലെവലിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു സൗഹൃദത്തിന്റെ പേര് അടുപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ മുതലെടുക്കാൻ വേണ്ടി പോകുക എന്ന് പറയുന്നത് ഇതൊരിക്കലും ശരിയായൊരു നടപടിയല്ല. ഒരു സ്ത്രീയും അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ അംഗീകരിക്കാത്ത ഒരാളെ അവര് എന്ത് ചെയ്യില്ല, അവർക്ക് ഒരു റൂം അവർ കൊടുക്കത്തില്ല. ലൈക്ക് അവർക്ക് ഒരു ചാൻസ് അവർ കൊടുക്കത്തില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ കിടന്നുകൊണ്ട് ഈ അട്ട കടിച്ചു തൂങ്ങി കിടക്കുന്ന പോലെ കടിച്ചു തൂങ്ങാൻ വേണ്ടി പോയത്? അത് ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പൊ ഈ കേസ് 2019 തുടങ്ങിയ കേട്ടോ. ഈ 2019 ഈ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഈ കൊറോണയുടെ കൂടെ എങ്ങാണ്ട് കിട്ടിയ ഒരു ബാധയാണെന്നാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലമായിട്ട് ഇവർ ഇത് നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഇപ്പോഴും ഇതിന്റെ പുറകാലെ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തത്. കേസ് കൊടുക്കുന്ന 2022. അപ്പൊ 2019 തുടങ്ങി 2022 വരെ ഇവരിത് സഹിച്ചിട്ടുണ്ടാവും. നടി ഇത് സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കിത് തീരെ പറ്റാതാവുന്ന, അവരുടെ ഒരു സോഷ്യൽ ഇമേജിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ നടി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത്. ഇദ്ദേഹത്തിനെതിരെ ഈ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തു. ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു, പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അങ്ങനെ ഈ ജാമ്യത്തിലൊക്കെ നിൽക്കുന്ന ഈ സമയത്താണ് ഇതെനിക്ക് തോന്നുന്നത് അന്ന് കേസ് കൊടുത്തു, ഇദ്ദേഹം പിടിക്കപ്പെട്ടു. അതിന്റെ റിവഞ്ച് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ കിടന്ന് പിന്നീട് ഇതൊരു വൈരാഗ്യമായിട്ട് മാറി. ഇവരെ എങ്ങനെയെങ്കിലും അപമാനിക്കണം എന്നുള്ളൊരു തലത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവവികാസമായിട്ട് ഇദ്ദേഹം പുറത്തു വരുന്നത്. കയറ്റം എന്ന് പറഞ്ഞ ഫിലിം ഈയിടെയാണ് അദ്ദേഹം ഈ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ അതിൽ ഈ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് മറ്റെന്തോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ ഈ ഫിലിമിനുണ്ട്.
അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധായകനും മഞ്ജു വാര്യരും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ കുറച്ചും കൂടി ഒരു പ്രശ്നത്തെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ മറ പിടിച്ചിട്ടായിരിക്കാം ഇപ്പോൾ ഇദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറിനെതിരെ ഇപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു നീക്കം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മഞ്ജു വാര്യരെ പറ്റി പറയുകയാണെങ്കിൽ മലയാളികൾക്കെല്ലാം സുപരിചിതയായി, മലയാളി മനസ്സുകളെ കീഴടക്കിയ, അല്ലെങ്കിൽ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു നടിയാണ്. അവർ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെയും സജീവമായി പങ്കെടുക്കുന്ന ഒരു നടിയാണ്. അവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയെങ്കിലും പക്ഷെ ഇപ്പോഴും അവർ സ്വന്തം കാല് പിടിച്ചു നിന്നുകൊണ്ട് അവർ ഈ മേഖലയിൽ ഒരു സമയത്ത് സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്ന് എന്നാൽ പിന്നീട് അതിലേക്ക് ഒരു തിരിച്ചുവരവൊക്കെ നടത്തി വലിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കേസാണ്. അവരുടെ ഒരു അപ്പിയറൻസും അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റും അവർ സമൂഹത്തോട് കാണിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അവരുടെ പ്രതിബദ്ധതകളും ഒക്കെ നമുക്ക് പ്രശംസിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ഭാഗത്തുണ്ട്. അപ്പൊ അത്രയും നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ ഈ സനൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇത്തരം രീതിയിലുള്ള ഒരു പ്രവണതയായിട്ട് മുമ്പോട്ട് വരുന്നത്. ഇത് സമൂഹം ഒന്നടങ്കം ഇതിനെ തിരസ്കരിക്കും, ഇതിനെ എതിർക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പൊ ഈ സനൽകുമാർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇവരെ സോഷ്യൽ മീഡിയ വഴി ഇവരെ പ്രൊവോക്ക് ചെയ്യാണ്, ഇവരെ ഇങ്ങനെ ഹേർട്ട് ചെയ്യാണ്, ഇവരുടെ ഡിഗ്നിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോൺ വിളിച്ച് അവരെ ശല്യം ചെയ്യുക, ബന്ധുക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രപ്പോസ് ചെയ്യുക, അവരെ പുറകെ നടക്കുക, അവരെ ശല്യം ചെയ്യുക, ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിരന്തരമായിട്ടുള്ള ശല്യം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിനെതിരെയാണ് ഇപ്പോൾ നടി നിയമ നടപടിക്ക് മുമ്പോട്ട് പോയിട്ടുള്ളത്. നിരന്തരമായിട്ട് ഈ സ്ത്രീയെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുക, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇത്തരം കാര്യാദികളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ചെറിയ വിക്രീസുകളൊന്നുമല്ല ഈ സനൽകുമാറിന്റെ കയ്യിലിരിക്കുന്നത്. നാണമില്ലേ സുഹൃത്തെ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒരു സ്ത്രീക്ക് നിങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ട് നിങ്ങൾ അന്തസ്സായിട്ട് മാറി ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് ഇമാതിരി ചൂലി പരിപാടിയായിട്ട് നടക്കല്ലേ ചങ്ങായി. അനിൽകുമാർ എന്ന് പറയുന്ന സംവിധായകനെതിരെ 354D എന്ന് പറയുന്ന വകുപ്പ് എടുത്തുകൊണ്ടാണ് എളമക്കര പോലീസ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രകാരം ഇദ്ദേഹത്തിന് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. അപ്പോൾ സനൽകുമാറിനെ ബെറ്റർ ഇത് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ കരിയറിൽ സൃഷ്ടിക്കും, അദ്ദേഹത്തിന്റെ കരിയറിൽ സൃഷ്ടിക്കും, അത് ഉറപ്പായിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ നീ ഒരു കാര്യം ചിന്തിക്കുക മിസ്റ്റർ സനൽകുമാർ, നിന്നെ താല്പര്യമുള്ളവരുടെ പുറകെ നീ പോകും, അല്ലാതെ നിന്നെ യാതൊരു തരത്തിലും എന്റർടൈൻ ചെയ്യാത്ത ഒരു ലേഡിയുടെ പുറകെ നടന്ന് നീ അവരെ ശല്യം ചെയ്യല്ലേ. ഒന്നുമില്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയല്ലേ, അവർ ഒറ്റയ്ക്ക് അവരുടേതായ സ്വന്തം നിലയിലും വിലയിലും നിൽക്കുന്ന ഒരു സ്ത്രീയല്ലേ. അപ്പോൾ അവർക്കെതിരെ വേണോ നിന്റെ ഈ അതിക്രമമൊക്കെ? അപ്പോൾ നീ ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ 354D ഒന്ന് നീ ഓർമ്മയിൽ വെച്ചേക്കാം. എളമക്കര പോലീസ് നിന്നെ എടുത്തകത്തിട്ട് ചാമ്പും. പിന്നെ അതിനകത്തൊന്നും ഒരു സംശയമില്ല. 3 വർഷം നീ അകത്ത് കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. അപ്പോൾ നിന്റെ ഈ സകല ക്രിമികടിക്കും മരുന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ആണുങ്ങളുടെ മുഴുവനും വില കളയാൻ വേണ്ടി നിൽക്കല്ലേ. താല്പര്യമില്ലാത്തവരെ പുറകെ നടന്ന് ശല്യം ചെയ്യേണ്ട. നീ പ്രപ്പോസൽ വെച്ച് നീ ഒരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അവര് നിന്റെ ഈ കാര്യമൊക്കെ കേട്ടതല്ലേ. ഇനി അവരെ വിട്ടേക്കുക, അവർക്ക് ചിന്തിക്കാനും അവർക്ക് തീരുമാനം എടുക്കുവാനും ഒക്കെ ഉള്ള സമയം കൊടുക്കുക. അല്ല നീ പുറകെ നടന്നുകൊണ്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. മെന്റലി അവരെ ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിന്നെ കാലേ വാരി എടുത്തിട്ട് അടിക്കാനുള്ള വകുപ്പുകളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിനക്കെതിരെ നടപടിക്ക് മുമ്പോട്ട് പോയാൽ പൊന്നു മോനെ നീ അകത്ത് കിടക്കും. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഈ പറഞ്ഞ ഈ ഞരമ്പനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തടേ ചങ്ങായി, നന്നായിക്കൂടെ? അപ്പം ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നമ്മുടെ ഈ സംവിധായകൻ സനൽകുമാറിന്റെ ഈ വിക്രീതികൾ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചത് ഈ സനൽകുമാർ, മഞ്ജു വാര്യർ എന്ന് പറയുന്ന നമ്മുടെ ഈ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിനെതിരെ, ലേഡി സൂപ്പർ സ്റ്റാറിനെതിരെ ഇത്രയും അധികം മലയാള സിനിമയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ നടിമാർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർ നല്ല രീതിക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ആ രീതിയിൽ ബഹുമാനിക്കുകയും അവരെ മലയാള സിനിമ മേഖല അത്രയധികം അവർക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഈ വിധ്വംസ പ്രവർത്തകർ മുമ്പോട്ട് വരുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പിന്മാറി നല്ല രീതിക്ക് അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലൂടെ, രമ്യതയിലൂടെ മുമ്പോട്ട് പോകുക. അതായിരിക്കും സനൽകുമാർ എന്ന് പറയുന്ന സംവിധായകന്റെ കരിയറിനും നിങ്ങൾക്കും നല്ലത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.